ഹായ് ഫ്രണ്ട്സ്, ബിൽഡ് സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുജീഷിൻ്റെ വീടാണ്. സുജീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടപ്പാൾ വെങ്ങനിക്കരയിൽ ഗുരുകാന്തി എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ എടപ്പാൾ മെട്രോ ലാബിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സുജീഷിൻ്റെ വീടാണ്. ഈ വീട് കാഴ്ചക്ക് തന്നെ സംതിങ് സ്പെഷ്യലായിട്ടൊരു വീടാണ്. വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ വർക്ക്സ്, ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ അരുണാണ്. മറ്റേ മാസൺ മേൻ ആർക്കിടെക്ട്സിൻ്റെ അരുണാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അരുൺ എപ്പോഴും നമ്മൾ നേരത്തെ അരുണിൻ്റെ വീട് കാണിച്ചിട്ടുള്ള ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ ആ സ്പെഷ്യാലിറ്റി ഒന്ന് പോയി കണ്ട് ആസ്വദിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അത് പുറത്തുനിന്നുള്ള ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനെ ചെറിയ ട്രഡീഷണൽ ആയിട്ട് എലമെൻറ്റ്സ് കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടൊരു കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കി അതിനകത്ത് സ്റ്റോൺ വിരിച്ചിട്ടുള്ള മുറ്റം, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ അതിൻ്റെ ഓരങ്ങളിൽ പിടിപ്പിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഈ വീടിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാസൺ മാൻ്റെ അരുൺ ആ ടീം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ്. ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പുറത്തുനിന്ന ലുക്കിൽ തന്നെ അറിയാം. അതൊരു ഗ്രേ, ഒരു ഓഫ് വൈറ്റ് ഗ്രേ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സിറ്റ് ഔട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു സിറ്റ് ഔട്ടാണ്. ഇതിനകത്ത് ജസ്റ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിലേക്കുള്ള ഡോറാണ്. മനോഹരമായിട്ടുള്ള ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം എടുത്ത് പറയേണ്ടതല്ലോ, കാരണം ഈ ഒരു വീട്ടിലെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് മുഴുവൻ ചങ്ങരംകുളത്ത് ബിൽഡക്കേഴ്സ് ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ബിൽഡക്കേഴ്സ് ചങ്ങരംകുളത്ത് വളയംകുളത്തിനടുത്ത് താടിപ്പടിയിലാണുള്ളത്. 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് നമ്മളുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടൈൽസും സാനിറ്ററിയുടെ വലിയ ഹ്യൂജ് കളക്ഷനാണുള്ളത്. എല്ലാവരെയും ബൈ ചാൻസ് ഞാൻ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വീടിന് അകത്താണുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എക്സാക്റ്റ്ലി എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഏരിയയുടെയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെയും കൂടെ മിഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ TV സ്റ്റാൻഡ് കാണാം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്തുനിന്ന് നമ്മൾ കണ്ട ആ ഒരു ഭംഗി വീടിൻ്റെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എക്സലറേറ്റ് ചെയ്യുന്നതാണ് അകത്തുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊരു വുഡൻ ഒരു ലുക്ക് ആൻഡ് ഫീലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇൻറ്റീരിയറും ചെയ്തിട്ടില്ല. ഉള്ളത് വളരെ ഭംഗിയാക്കിയിട്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏറ്റവും ഭംഗിയുള്ള ഈ സോഫകളാണുള്ളത്. അതുപോലെ തന്നെ ആ ഒരു TV സ്റ്റാൻഡിന് വുഡൻ ലുക്കിൽ ഭയങ്കര സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പൂജാമുറി ഉണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വാളിലൊരു മനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ അരവിന്ദ് ആണത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈൽസിലേക്ക് വരുമ്പോൾ, ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരേ പാറ്റേണിലെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 1600x800 സൈസിൽ വരുന്ന ഫോഷിയോൻ്റെ ഒരു മാറ്റ് ഫിനിഷിലുള്ള, അതോടൊപ്പം തന്നെ അതിനകത്തൊരു കാർവിംഗ് ഒക്കെ ഉള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടൈൽസ് ഇതിൻ്റെ മൊത്തത്തിൽ ലുക്ക് ആൻഡ് ഫീലിനെ വല്ലാതെ എക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ടൈൽ വിരിച്ചിട്ടുള്ളതും വളരെ ഭംഗിയായിട്ടാണ്, വളരെ പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ആ വർക്ക് കൂടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് 2 ബെഡ്റൂമുകളുണ്ട്. പിന്നെ മേലേക്കുള്ള സ്റ്റെയർ ഉണ്ട് അവിടുത്തെ. പിന്നെ ഇങ്ങോട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വുഡൻ ലുക്ക് ആൻഡ് ഫീലിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സംതിങ് സ്പെഷ്യലായിട്ടുള്ളൊരു ഡൈനിങ് ആണുള്ളത്. ചെയറിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ട ഷേപ്പ് കണ്ട മനസ്സിലാവും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് വാളുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നാൽ ഈ വീടിൻ്റെ നമ്മൾ ആ കയറിയതിൻ്റെ 10 സൈഡിലേക്കുള്ളൊരു ഔട്ടിംഗ് ആണിത്. ഇവിടെ ഫ്ലോറിലാണെങ്കിൽ ഒരു മൊറോക്കൻ ഒരു ടൈൽ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പാഷിയൊക്കെ പോലുള്ളൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീട്ടിലെ ജനറലായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഒരു ബേ വിൻഡോ ഉണ്ട്. അതിൽ ഇരിക്കാനുള്ള മനോഹരമായിട്ടുള്ളൊരു സ്പേസാണിത്. അവിടെ നിന്ന് തൊട്ടുപ്പുറത്താണ് ഈ ഡൈനിങ് ഹോൾ ചേർന്നിട്ടാണുള്ളത് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ. അത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ. അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഈ വാഷ് ബേസിൻ ഏരിയയിൽ നിന്ന് ആ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു ഗ്ലാസ് ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ കിച്ചണാണ്. കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചണാണിത്. ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് എല്ലായിടത്തും ആ ഒരു ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിൽ ഈ ഒരു ഫ്ലോറിന് പുറമെ വാളിൽ ക്ലാഡ് ചെയ്യാൻ വരും. അത് സെയിം ടൈലാണ് യൂസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ പാറ്റേണിൽ അത് വാളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പ് ഇവിടെ കിച്ചൻ്റെ വാളിൽ ഈ ഭാഗത്ത് വരുന്ന ഭംഗിയുള്ളൊരു ടൈൽ, ഒരു വൈറ്റ് സ്മോൾ ബ്രിക്ക് ടൈപ്പിൽ വരുന്നൊരു ഭംഗിയുള്ളൊരു ടൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ റൂമിലാണുള്ളത്. റൂമുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് സെയിം ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും സെയിം ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ലുക്ക് ആൻഡ് ഫീൽ ഉള്ളതാണ് ആ ടൈൽ. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ റൂമിൻ്റെ മൊത്തത്തിൽ ഇൻറ്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വളരെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോട്ടാണ്, അതിൻ്റെ കട്ടിലാണുള്ളത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ മറ്റുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു റൂമാണ്. ഇതുപോലെ തന്നെ ഇതേ പാറ്റേണിലാണ് എല്ലാ റൂമുകളും ഉള്ളത്. ഒന്ന് കണ്ടുപോകും. ഇത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂമിനകത്തുള്ളൊരു ടോയ്ലറ്റാണിത്. ഈ ടോയ്ലറ്റിലേക്ക് വന്നാൽ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. കാരണം ഇതിനകത്ത് WC കാണാനില്ല, വാട്ടർ ക്ലോസറ്റ് കാണാനില്ല. അതെന്ത് സംഭവിച്ചാൽ ഈ ഡോറിൻ്റെ അപ്പുറത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റൂമുകളിലെ എല്ലാ ടോയ്ലറ്റുകളും ജനറലി ചെയ്തിട്ടുള്ളത് 4x2 സൈസിൽ വരുന്ന ഡിസൈനർ ടൈൽസ്, സ്പെഷ്യൽ ഡിസൈനർ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ബാത്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ചിലതിൽ മൊറോക്കൺ ഡിസൈൻ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ചില ബാത്റൂമുകളിൽ. നമ്മളൊന്ന് വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്റ്റെയറാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റെയർ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ബാരിക്കേഡൊക്കെ കൊടുത്ത് ഒരു വുഡൻ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തു. ഇവിടെ ലാൻഡിങ്ങിൽ വന്ന താഴെ പറഞ്ഞ അതേ ടൈലിൻ്റെ ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലേക്ക് കയറാം. ഇവിടെ ആണെങ്കിൽ ഈ ലാൻഡിങ്ങിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, പുറത്തേക്ക് ഒരു ഗ്ലാസ് വിൻഡോ ആണ്, പുറത്തേക്കുള്ള അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗ്ലാസ് വിൻഡോ ആണ്. പിന്നെ അങ്ങനെ മേലെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോമൺ ഏരിയ ആണ്. ഈ കോമൺ ഏരിയയിൽ നിന്ന് ഇവിടുന്ന് ബാക്കിലെ ടെറസിലേക്കുള്ള ഡോറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബെഡ്റൂം അതിലേക്കുള്ള ഡോറാണ്. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്, പുറത്തേക്കുള്ളൊരു ബാൽക്കണിയാണ്. അപ്പോൾ നമ്മളെ ഈ വീട് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ഓണർ പ്രിയപ്പെട്ട സുജീഷ് ബ്രോയിൻ്റെ കൂടെയാണ്. പുള്ളിയുടെ വൈഫ് ദിവ്യ, അതുപോലെ തന്നെ അവരുടെ അമ്മ പ്രസന്ന, അതുപോലെ തന്നെ അവരുടെ മകൾ സച്ചു, അതുപോലെ തന്നെ മകൻ അപ്പൂസ്, ഇവരൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്തായാലും ഇതൊരു വീട് ഞങ്ങൾ കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള വീടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്, സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു ഇതിൽ എത്തിച്ചേരുന്നവരുടെ എക്സ്പീരിയൻസ്? നമ്മൾ ഈ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല ആളുകളെയും നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരൊറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഇറക്കമൊക്കെ കിഴക്കോട്ടും, പിന്നെ ഇതിൻ്റെ റോഡ് സൈഡ് വരുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തിന് ഫേസ് ചെയ്തിട്ട് വീട് അങ്ങനെ 2 മുഖങ്ങളായിട്ട് വേണം. പിന്നെ റൂമുകൾ ചെറുതാണെങ്കിലും ഉള്ളത് സ്പേഷ്യസ് ആക്കിയിട്ട് വേണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ കുറേ പേരെ സമീപിച്ചാലും കൂടിയിട്ട് അതിൽ നമ്മൾ ഒരു മേശനായൻ അരുണായിട്ടാണ് നമ്മൾ ഡിസ്കസ്, അയാളുടെ പ്ലാനാണ് നമുക്ക് എല്ലാവർക്കും വളരെ ആക്റ്റായിട്ട് തോന്നിയത്. അങ്ങനെയാണ് അവരായിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ട് ഈ പ്ലാനിലേക്ക് എത്തുന്നത്. ഫുൾ അവരെന്നെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ചെയ്തു. അതെ 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 മൊത്തത്തിൽ അരുണും ഒരു ടീം വർക്കായിട്ടായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ഭാഗങ്ങളും ഇന്ന ഭാഗം ഇന്ന വേണം എന്നുള്ളത് വളരെ നിർബന്ധം, ഒരു കണീഷനുള്ള ആളായിരുന്നു ഓരോ ഭാഗം. നമ്മളിപ്പോൾ ഈ പ്ലാനിന് മൂപ്പര് പറയുന്നതോടാണ്ട് ആപ്റ്റ് ആകുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്ര മനോഹരമായ ഒരു വീടുണ്ടാക്കുമ്പോൾ ആ പ്രൊജക്റ്റിലേക്ക് ടൈൽസൊക്കെ സപ്ലൈ ചെയ്യാനുള്ള, സാനിറ്ററി സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നുള്ളതിലാണ്. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദാറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ടൈൽസൊക്കെ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്? ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടും നിങ്ങളടുത്ത് വരുന്നതിൻ്റെ മുന്നും ഞാൻ വേറെയും കുറേ ആളുകളുടെ അടുത്തൊക്കെ സമീപിച്ചു. കാരണം വില കുറവുള്ള ആളുകൾ, പലയിടത്തും ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ എറണാകുളത്തും പോയിട്ടുണ്ട്, കോട്ടയ്ക്കൽ പോയിട്ടുണ്ട്, വെന്നൂർ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിങ്ങളവിടെ നിന്നാണ് നമുക്ക് നല്ല സെലക്ഷനും നന്നായി രീതിയിൽ കിട്ടി. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ഷെഫീഖ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ആ ആളാണ് നമ്മൾ എത്ര തവണ നമ്മളിത് പലതവണ നമ്മൾ കയറി ചെല്ലുമ്പോഴും ആൾക്കൊരു മടി കൂടാണ്ടിയും പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഒരു ഉറപ്പും ആൾക്കില്ല. നമ്മൾ എപ്പോഴും പോരുമ്പോൾ പോകും നോക്കിയിട്ട് വരട്ടാന്ന് പറയുള്ളൂ. 10-12 തവണ നമ്മൾ പോയിട്ടാണ് നമ്മൾ ഓരോ ടൈലും സെലക്ട്. പക്ഷെ ആ ചെല്ലുമ്പോഴൊക്കെ വളരെ ക്ഷമയോട് കൂടിയിട്ടും നമ്മളതിനെ എനിക്ക് എത്തിച്ചത് ഷെഫീഖ് തന്നെയാണ്. നമ്മൾ പ്ലാൻ വെച്ച് നോക്കിയിട്ടും പിന്നെ അങ്ങനെ തന്നെയാണ് അതിലേക്ക് എത്തിയതൊക്കെ. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. എന്താ വെച്ചാൽ നമുക്ക് അവിടെയുള്ള സെയിൽസ് ടീം എന്ന് പറഞ്ഞാൽ അബൌട്ട് 10 years എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അരുൺ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇൻ ടോട്ടൽ വളരെ ഭംഗിയായിട്ടുണ്ട്. വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീട്ടിലെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ വരാം. അതുവരേക്കും ബൈ ബൈ.